അപ്പോൾ നമ്മൾ ഈ ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ 2026 വരാൻ വേണ്ടി ഇനി അധികം ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു 7 ഡൗട്ടുകൾ പിക്ക് ചെയ്തിട്ട് അതിനുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അത് നമ്മൾ ഒന്നാമത്തേതും അതിന് അവസാനത്തേക്കും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമുക്ക് നേരെ നമ്മളെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മെയിൻ ഡൗട്ടാണ് നമ്മളെ കോയിൻസിനെ കുറിച്ചിട്ട്. നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ 2025 നമ്മളെ കയ്യിലുള്ള കോയിൻസ് 2026 നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് 100% പറ്റും. കാരണം നമ്മൾ ഇതുവരെ നമ്മൾ കൊനാമി കോയിൻസ് റിമൂവ് ആക്കുക എന്നുള്ള രീതി ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോയിൻസ് സേവ് ചെയ്യാണ് വേണ്ടത്. എന്നാൽ നമ്മൾ കൊനാമി നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരുപാട് നല്ല ബിഗ് ടൈം പ്ലെയേഴ്സിനെയും കാർഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേര് എക്സ്പെഷ്യലി നമ്മളെ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിൻസൊക്കെ സ്പെൻഡ് ചെയ്ത് പ്ലെയേഴ്സ് എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ത്വര കയറും. സ്വാഭാവികമായിട്ട് നിങ്ങളും പോയിട്ട് കറക്കും. ഒരിക്കലും നിങ്ങൾ കറക്കാൻ നിൽക്കരുത്. കാരണം അവർ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൈസ ഉണ്ട്, അവർക്ക് വേറെ പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർ കറക്കി കളയുന്നതായിരിക്കും. അവർക്ക് ഇപ്പോഴല്ലാന്നുണ്ടെങ്കിൽ 2026 വേണമെങ്കിലും പൈസ കൊടുത്ത് അവർ കോയിൻസ് വാങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരെ ഫോളോ ചെയ്ത് ഒരിക്കലും പോയി നിങ്ങൾ കോയിൻസ് കറക്കിയിട്ട് നിങ്ങളെ പാക്കുകളിലെ കറക്കി കോയിൻസ് ഒരിക്കലും നിങ്ങൾ കളയാനേ നിൽക്കരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോയിൻസ് സേവ് ചെയ്യുക. നമ്മൾ അവസാന ടൈം ആകുമ്പോൾ നമ്മൾ കൊനാമി നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നല്ല നല്ല പാക്കുകൾ ഇങ്ങനെ പടച്ചിങ്ങനെ വിടും. ഓക്കെ, നമ്മൾ ചെറിയ കുട്ടികൾ ഫുഡ് കഴിക്കാണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പലതും നമ്മൾ ചെയ്യുമല്ലോ. ഓക്കെ, അതേപോലെയാണ് നമ്മൾ കൊനാമി ഇപ്പോൾ നിലവിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. എക്സ്പെഷ്യലി നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് POTS എന്ന് പറഞ്ഞ പ്ലെയർ ഓഫ് ദ സീസൺ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്ലെയർ ഓഫ് ദ വീക്കും അവൈലബിൾ ആണ്. വെറുതെ ഇതിലൊന്നും കൊണ്ടുപോയിട്ട് കോയിൻസ് സ്പെൻഡ് ചെയ്യാനേ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെഷ്യലി നിങ്ങൾ ഇപ്പോഴും നല്ല എപ്പോഴും ഈ ഒരു പ്ലെയർ ഓഫ് ദ വീക്കിലൊന്നും കൊണ്ടുപോയിട്ട് കോയിൻസ് സ്പെൻഡ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിലുള്ള പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വീക്ക് ചിലപ്പോൾ ആ ഒരു ഇതിൽ മാത്രം നമുക്ക് നല്ല പെർഫോമൻസ് ചിലപ്പോൾ കിട്ടുള്ളൂ. കാരണം തൊട്ടടുത്ത വീക്ക് ഫോം ഔട്ടായി കഴിഞ്ഞാൽ ആ പ്ലെയേഴ്സ് അവിടെ തീർന്ന്. ഓക്കെ, പിന്നെ നമ്മൾ കോയിൻസ് വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിക്ക് ആരും നിൽക്കരുത്. വെറുതെ നിങ്ങൾ കോയിൻസും കാര്യങ്ങളും പാക്കുകൾ കറക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കരുത്. സേവ് ചെയ്ത് വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു പാക്കുകളൊക്കെ കടന്നു വന്ന് നമ്മുടെ മാനേജേഴ്സിൻ്റെ പാക്കുകളുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ കൊനാമി ഒരു 89 റേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബൂസ്റ്റർ മാനേജേഴ്സിൻ്റെ പാക്കുകൾ 500 കോയിൻ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2026 89 റേറ്റഡ് മാനേജേഴ്സ് തന്നെ ആയിരിക്കും വരിക. 90 സ്വാഭാവികമായിട്ടും കടക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ നല്ലൊരു മാനേജർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സൈൻ ചെയ്തെടുക്കാം, നിങ്ങളെ പ്ലെയിൻ സ്റ്റൈലിൽ പറ്റുന്ന മാനേജർ. പക്ഷേ ഒരിക്കലും ഞാൻ നമ്മളൊരു 1500 കോയിൻ്റെ മാനേജേഴ്സ് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു പാക്കിനൊക്കെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇതിൽ നമുക്ക് മാനേജർ മാത്രമേ നമുക്ക് വർത്തായിട്ടുള്ളൂ, ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ വെറുതെയാണ്. മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വെറുതെ നിങ്ങൾ 1000 കോയിൻസ് വെറുതെ സ്പെൻഡ് ചെയ്യണമെന്നില്ല. കാരണം 500 കോയിൻ ആ സെയിം ടൈപ്പ് മാനേജേഴ്സ് നമ്മൾ കൊനാമി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വിക്ക് കൗണ്ടർ അല്ലെങ്കിൽ ലോങ് ബോൾ കൗണ്ടറൊക്കെ ആണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്. നിലവിലുള്ള മാനേജേഴ്സിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. വെറുതെ പോയിട്ട് കോയിൻസ് സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് ഈ ഒരു പാക്കിൽ. കാരണം ഈ പാക്കിനൊക്കെ റിവ്യൂ ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ നെയ്മറിൻ്റെയും മെസ്സിൻ്റെയും പാക്കുകൾ എടുത്ത് പോയി കാണുന്നുണ്ടാവും. ഈ ഒരു കൊല്ലത്തിന് അവസാനം വരെ നമ്മൾ 2 പാക്കും നമ്മൾ കൊനാമി ഇവിടെ നിലനിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് എനിക്ക് ഏറ്റവും വെറുത്തായിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് സൈൻ ചെയ്ത് മുതലാകും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്ലെയറിന് നമ്മളെ നെയ്മറിൻ്റെ ഈ ഒരു കാർഡാണ്. എനിക്കിപ്പോഴും സ്റ്റിൽ വർത്തിയായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നമ്മളെ മെസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് മെസ്സിൻ്റെ വേറെ നല്ല കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സിൻ്റെ ഈ ഒരു പാക്ക് നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ ഒരു സെയിം ടൈപ്പാണ്. ഇപ്പോൾ ഒരു നെയ്മറിനെയും അതുപോലെ തന്നെ സാൻഡോസിനെയും നെയ്മറിനെയും കമ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം രണ്ടാളും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. പ്ലേയിങ് സ്റ്റൈൽ മുതൽ കളിശൈലി മുതൽ എല്ലാം വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു നെയ്മറും സാൻഡോസിൻ്റെ നെയ്മറും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് മാറ്റി തിരുത്തരുത്. അപ്പോൾ ഒരുപാട് പേര് കോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നെയ്മറിൻ്റെ പാക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ, മെസ്സിൻ്റെ പാക്ക് സൈൻ ചെയ്യാൻ പറ്റുന്ന കൊണ്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പാക്ക് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ടോറസിൻ്റെ പാക്കുമാണ്. നമുക്ക് വേറെ നല്ല സ്ട്രൈക്കേഴ്സ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഈ ടോറസിന് അത്രത്തോളം വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾ ഈ ഒരു ടോറസിൻ്റെ പാക്ക് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 2026 വരുമ്പോൾ അതിന് നല്ല പാക്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. കാരണം അങ്ങനത്തെ പാക്ക് സ്വാഭാവികമായിട്ട് അതിൽ ഇനി നമ്മൾ കൊനാമി എന്തായാലും കൊണ്ടുവരുന്നുള്ള കാര്യം അത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ കോയിൻസിൻ്റെ കാര്യം അങ്ങനെ, മാനേജേഴ്സിൻ്റെ കാര്യം അങ്ങനെ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ നിലവിൽ നമ്മളെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു സ്കിൽ ടോക്കൺ ആവട്ടെ അല്ലെങ്കിൽ നമ്മളെ ബൂസ്റ്റർ ടോക്കൺ ആവട്ടെ, അങ്ങനെ വ്യത്യസ്ത സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കിൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ബൂസ്റ്റർ ടോക്കണോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് വെറുതെ കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 2026 എടുത്ത് വെക്കുക. അവിടെ നിങ്ങൾക്ക് യൂസ് ആവും. കാരണം അഥവാ നമ്മൾ കൊനാമി ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഒഴിവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ കൊനാമി തരും. ഓക്കെ, ഇത് കഴിഞ്ഞ കൊല്ലം പ്ലെയേഴ്സിന് ഒഴിവാക്കിയപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പിക്കിൻ്റെ ഒരു ബോക്സ് ഡ്രോ വരെ നമുക്ക് കൊനാമി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ
പുതിയ ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവരാണെന്ന് ഞങ്ങൾക്ക് ആ ഐറ്റംസ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊനാമി കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്തിട്ട് നമ്മളൊരു ബൂസ്റ്റർ ടോക്കൺ, അതുപോലെ നമ്മൾ സ്കിൽ ട്രെയിനിങ്, പൊസിഷൻ ട്രെയിനിങ് ഒന്നും ഒരിക്കലും വെറുതെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ആക്കരുത്. അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള പ്ലെയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തു ഒരിക്കലും റിലീസായി കളയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പ്ലെയേഴ്സിൻ്റെ വാല്യൂ വെച്ച് ചിലപ്പോൾ നല്ല പാക്കുകൾ നമ്മൾ കൊനാമി എന്ത് ചെയ്യാൻ ഭാവിയിൽ നമ്മൾ ഈ ഫുട്ബോളിൽ തന്നെ 2026 കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് കോമ്പൻസേഷൻ ആയിട്ടൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ പ്ലെയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്ത് റിലീസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഫുട്ബോളിൻ്റെ എൻ്റെ അക്കൗണ്ട് ലിങ്ക്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ലിങ്ക്ഡ് അല്ലാത്ത അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് 2026 അപ്ഡേറ്റ് ചെയ്ത് പോയാൽ കുഴപ്പമുണ്ടോ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പോയിട്ട് ലിങ്ക് ചെയ്യുക, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വർഷം മാറി വരികയാണ്, ചിലപ്പോൾ നമ്മൾ കൊനാമി സ്വഭാവം എടുത്തുകൂടാ എന്നില്ല. കാരണം ചിലപ്പോൾ ഇഷ്യൂ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളഞ്ഞ് വേറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെ നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ വരാം. വലിയ പണിയൊന്നുമില്ല, പോയിട്ട് ലിങ്ക് ചെയ്യുക. നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, പോയിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങൾ അക്കൗണ്ട് എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും പോയിട്ട് ലിങ്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിഗ് ടൈം പ്ലെയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് ടൈം പ്ലെയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പിക് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ ക്യാരി ഓവർ ആയിട്ട് പോകും. അത് അവരൊക്കെ പവർ കുറഞ്ഞിട്ട് വേറെ ടൈപ്പ് കാർഡായിട്ട് മാറും. ഇതൊക്കെ മുമ്പ് നമ്മൾ ഒരു പെസ്സിലൊക്കെ ഉണ്ടായിരുന്ന രീതിയാണ്. പക്ഷേ നിലവിൽ നമ്മൾ ഈ ഫുട്ബോളിലോട്ട് വന്ന സമയത്ത്, നമ്മൾ ഈ ഫുട്ബോൾ 2023, 24, 25 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ കൊനാമി വരുന്ന സമയത്ത് ഒരിക്കലും കാർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ഓവർ ആക്കുന്നില്ല. മറിച്ച് അതിനേക്കാൾ പവറുകളുള്ള കാർഡുകൾ നമ്മൾ കൊനാമി ഇപ്പോൾ നിലവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതായത് ഇപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സിംഗിൾ ബൂസ്റ്റർ ആയിരുന്നു, അപ്പോൾ നിലവിൽ നമ്മൾ 2025 വന്നപ്പോൾ ഡബിൾ ബൂസ്റ്ററായിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ അതേപോലെ നമ്മൾ 2026 ചിലപ്പോൾ വേറെ ടൈപ്പ് എപ്പിനേക്കാൾ പവറുള്ള ഏതെങ്കിലും പുതിയ കാർഡുകൾ എന്ത് ചെയ്യും നമ്മൾ കൊനാമി സ്വാഭാവികമായിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത്, നമ്മളൊരു നമ്മൾ പ്ലെയേഴ്സിൻ്റെ പവർ കുറയുന്നുണ്ടാവില്ല. ആ ഒരു നിലവിലുള്ള പവർ അവിടെ തന്നെ ഉണ്ടാവും. അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള കാർഡുകൾ മിക്കവാറും കൊണ്ടുവരുന്ന രീതിയായിരിക്കും നമ്മൾ കൊനാമി സ്വീകരിക്കുക. അപ്പോൾ ക്യാരി ഓവർ എന്ന് പറയുന്ന രീതി സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് അയക്കും, അപ്പോൾ നമ്മൾ വീഡിയോ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ വർക്കിങ്ങിനെ കുറിച്ചിട്ട്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ മൊബൈലാണ് വർക്ക് ആവുന്ന ഡൗട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവാം, കാരണം പുതിയൊരു കൊല്ലത്തിലോട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കൊനാമി വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ ഐഫോണിൻ്റെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തൊരു കാര്യം കൂടിയാണ്. നമ്മൾ ആൻഡ്രോയിഡ് നിലവിൽ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ 2026 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊണ്ടുപോയി കളിക്കാൻ പറ്റും. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രാഫിക്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ റെഡി ആവും. കാരണം അല്ലാതെ പുതിയ ഒരു സിസ്റ്റം റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ കൊനാമി എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ റിസ്ക് ആക്കാനുള്ള ഇതുപോലും അവർ കൊണ്ടുവരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങളുടെ മൊബൈൽ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ 2026 സ്വാഭാവികമായിട്ട് നിങ്ങൾ മൊബൈലിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഗെയിം വർക്ക് ആവും. ഇനി പുതിയ അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ എപ്പിക്കിൻ്റെ പവർ കുറക്കോ ഇല്ല എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു സിംഗിൾ ബൂസ്റ്റർ അതുപോലെ തന്നെ ഡബിൾ ബൂസ്റ്റർ ആ ഒരു നിലക്കൊക്കെയാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പിക്കിൻ്റെ പവർ ഇപ്പോഴുള്ള പവർ അവിടെ തന്നെ ഉണ്ടാവും. മിക്കവാറും പുതിയ കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയായിരിക്കും നമ്മൾ കൊനാമി കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് പറയാനുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയിക്കാം. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ബൈ.